ടെക്നോളജി ഒരുപാട് വികസിച്ചിട്ടുണ്ടെങ്കിലും ടെൻഷന്റെ ലോകം അധികരിച്ചു വരുന്ന ആളുകൾ അധികരിച്ചു വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത്തരം ആളുകൾക്ക് ഏറ്റവും നല്ല സമാധാനത്തിന്റെ വഴിയാണ് ലോകസിട്ടാവായ അല്ലാഹ്. ആ റബ്ബിനെ യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുക എന്ന് പറയുന്നത്, ആ റബ്ബിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്നത്, ആ റബ്ബിന്റെ ദിക്റിലായി ജീവിതത്തെ തിട്ടപ്പെടുത്താൻ കഴിയുക എന്ന് പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങൾക്കുള്ളൊരു ദിക്റാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 99 ദഅ. ഈ ഒരൊറ്റ ദിക്ർ 99ഓളം രോഗങ്ങൾക്ക് ഈ ഒരൊറ്റ ദിക്ർ മരുന്നാണ്. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 99ഓളം രോഗങ്ങൾക്ക് ഈ ദിക്ർ മരുന്നാണ്. ആ ദിക്റിന്റെ ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, ഐസറുഹാ, അതിലേറ്റവും നിസാരമായ രോഗമേതാണ് എന്നറിയോ? അൽ ഹമ്മു, ടെൻഷനാണ്. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ആ ദിക്റിനെ ഒരാൾക്ക് ജീവിതത്തിൽ അധികരിപ്പിക്കാൻ കഴിയും. ഏറ്റവും നിസാരമായ രോഗത്തിന്റെ ചികിത്സയാണ്, ഏറ്റവും നിസാരമാണ് ഈ ദിക്റിന് ഈ രോഗമെന്ന് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈമാനുള്ള വിശ്വാസികളെ, ദിക്റിലായി മനുഷ്യന്റെ ജീവിതത്തെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന സുഖം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാമാനായി ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് മഅരിഫത്തിലായി ജീവിക്കുന്ന ഒരടിമ, വൽ ഖൽബു ഇദാ കാന മംലൂഅൻ മിൻ ഹാദിഹിൽ മഅരിഫ, അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞു ജീവിക്കാൻ കഴിയുന്നവനാണെങ്കിൽ ലം യത്തസിലിൽ അഹ്സാനിൽ വഅഖിയതി ബിസബബി അഹ്വാലിദ് ദുനിയാ. ദുനിയവിയായ ലോകത്ത് അവന്റെ ജീവിതത്തിലെ പല അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. അതിന്റെ കാരണം കൊണ്ട് അവന്റെ ജീവിതത്തിൽ അവൻ ടെൻഷൻ അടിക്കുന്ന പരിപാടിയില്ല, അവന്റെ മനസ്സിൽ ബേജാറില്ല, അവന്റെ മനസ്സിൽ ടെൻഷൻ പറയാനില്ല.